എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മീൻ മുട്ട നമ്മൾ കറി വെക്കാൻ പോലെയാണ്. കറി എന്ന് വെച്ചാൽ ഒരു റോസ്റ്റ് ചെയ്തെടുക്കണേ കേട്ടോ സംഭവം. നമ്മളിതിടയ്ക്ക് മേടിക്കാറുണ്ട്. അപ്പം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ ചോദിച്ചാലും നമുക്ക് കിട്ടും. അവിടെ നല്ല വലിയ മീനൊക്കെ കല്യാണ വീട്ടിലേക്ക് ഫങ്ഷനൊക്കെ വേണ്ടി അവർ വലിയ മീനൊക്കെ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവർ മുട്ട എടുക്കില്ല. അപ്പോൾ ഈ മുട്ടയൊക്കെ അവർ ഫ്രീസ് ചെയ്ത് വെക്കും ആൾക്കാർക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മേടിക്കണേന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് മേടിക്കണത്. അപ്പോൾ ഇതേ നമ്മൾ 3-4 പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ചെയ്ത് സുന്ദരി മണികളാക്കിയിട്ടുണ്ട്. തേക്ക് നീട്ടം കണ്ടില്ലേ, അത്യാവശ്യം നല്ല നീട്ടുണ്ട് കേട്ടോ. വലിയ മുട്ടേനെ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. മെയിനായിട്ട് ഒരു 3-4 പ്രാവശ്യം ഞാനിത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ തിരുമ്മി കഴുകരുത്, കാരണം അതിൻ്റെ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ധൃതിയൊന്നും പിടിക്കാതെ പയ്യെ സോഫ്റ്റായിട്ട് കഴുകി നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതേ ഒരു ചട്ടി എടുക്കുക, നമ്മുടെ മീൻ മുട്ട ഇതിലോട്ട് വേവിക്കാനായിട്ട് എല്ലാം പെറുക്കിയിടണേനെ. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചാക്കണേന് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും മാത്രം മതി. എന്നിട്ട് സ്റ്റൗ ഓണാക്കി വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ നല്ലോണം മൂടി വെച്ച് വേവിക്കണേ. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം വെന്തിട്ട് നമുക്ക് മറ്റേ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ മുട്ട അങ്ങോട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഫസ്റ്റ് ഇട്ടു. അതിന് ശേഷം സവാളയും പച്ചമുളകും കൂടി വഴറ്റാം. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാള വഴന്നതിനെ കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ മുട്ടയുടെ ചൂടൊക്കെ അറിയാൻ നോക്കാം. അപ്പോൾ ചൂടൊക്കെ അറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണേ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണേന് നമ്മുടെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഒരു വികൃത രൂപമായിട്ടിരിക്കണേന് ഇപ്പം അങ്ങനെ നടുക്കേക്കൂടി കയറി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണേ കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു പാട പോലെ ഉണ്ടാവും. അതിൻ്റെ ഇതൊക്കെ നമുക്കിങ്ങനെ അടത്തിക്കളയട്ടോ. ഫുള്ളായിട്ട് കളഞ്ഞാൽ അത് മൊത്തത്തിൽ ഇങ്ങനെ അടർന്ന് സ്പ്രെഡാവും. അപ്പം ചെറിയ ചെറിയ പാടകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒലിച്ച് കളയാം. ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണം പൊള്ളിയെടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതങ്ങാട് കുതിരട്ടെ, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് ജസ്റ്റ് വഴണ്ടിട്ട് നമുക്ക് ഇതേ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണ്ടേ. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ചും കൂടി ഇടണുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇത്തിരി ഇട്ടിട്ടുള്ളൂ, കാരണം പിള്ളേരൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അധികം എരിവിടണില്ല. മീൻമുട്ട വേവിക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേനെ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളിവെള്ളം ഇല്ലേ, ആ നേരെ പിഴിഞ്ഞ് മാറ്റിയത്, ആ പുളിവെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിവിടെ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേനെ. അങ്ങനെ ഇതേ നമ്മുടെ മീൻമുട്ടയും കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഇളക്കി നമ്മൾ കുളമാക്കരുത്, കാരണം മീൻമുട്ടയിന് പൊടിഞ്ഞു പോവും. പയ്യെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നി. എന്നാലും ഭയങ്കരമായിട്ട് എരിവില്ല കേട്ടോ, കാരണം നമ്മുടെ പിള്ളേർക്ക് കൊടുക്കണതുകൊണ്ട് അവർക്കാണിത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച്
എരിവ് ചേർത്തിട്ടുള്ളേ. എന്തായാലും ക്ലാസ്സിൽ പോയപ്പോൾ പിള്ളേർ കണ്ടിട്ടുണ്ട് മീൻമുട്ട. അപ്പോൾ എന്തായാലും വരുമ്പോൾ തന്നെ മീൻമുട്ട എവിടെയെന്ന് ചോദിച്ചായിരിക്കും ഓടി വരുന്നത്. അപ്പോൾ ദേ നമ്മുടെ മീൻമുട്ട ഒരു 5 മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇളക്കി പയ്യെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മീൻ കട്ട് ചെയ്യണ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയാണ് മേടിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിടയ്ക്ക് ഇതേപോലെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.